പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? നിങ്ങൾ സന്തോഷമായിരിക്കുന്നുവോ? നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന ഒരു സ്നേഹം, ഇതിനെക്കുറിച്ച് നാം ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കണം. പലപ്പോഴും ലൗകിക കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കുന്നു. ഈ പ്രശ്നം, ആ പ്രശ്നം, അവരിങ്ങനെ ചെയ്യുന്നു, ഇവരെ സ്നേഹിക്കുന്നില്ല, ഇവരെന്നെ മനസ്സിലാക്കുന്നില്ല. ചുറ്റും നടക്കുന്നത് കണ്ട് അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നമുക്ക് നാം തന്നെ മുറിവുകൾ ഉണ്ടാക്കി ബാധിപ്പ് ഏർപ്പെടുത്തുന്നു. ചിന്തിച്ചു നോക്കൂ, ഇന്നും അങ്ങനെയല്ലേ നിങ്ങൾ ദുഃഖിക്കുന്നത്? വീട്ടിലുള്ളവർ മനസ്സിലാക്കുന്നില്ല, ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ അങ്ങനെ. എന്നെ ആരും തന്നെ മനസ്സിലാക്കുന്നില്ല, ആർക്കും എന്നോട് സ്നേഹമില്ല എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ മുറിവേൽപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾക്കറിയാമോ, നിങ്ങളെ ശാശ്വത കാലത്തോളം നിങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹവാനായ ഒരു ദൈവമുണ്ട്. അതറിയാമോ? യേശു എന്താണ് പറയുന്നതെന്നറിയാമോ? യിരെമ്യാവ് 31 അധ്യായം 3 വാക്യത്തിൽ, നിത്യസ്നേഹം കൊണ്ട് നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു എന്ന് പറയുന്നു. എന്റെ മകനെ, എന്റെ മകളെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അതെങ്ങനെയുള്ള സ്നേഹമാണ്? നിത്യസ്നേഹം, എവർലാസ്റ്റിംഗ് ലവ് എന്നുവെച്ചാൽ ശാശ്വതമായ ഒരു സ്നേഹം. അത് മാറില്ല, അത് കുറയുകയില്ല. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം ഒരിക്കലും കുറയുകയില്ല. 1972 വർഷം കൃപയാൽ ദൈവം എന്നെ രക്ഷിച്ചു. യേശു എന്റെ ഉള്ളിൽ വന്നു, എന്നെ തന്റെ സ്വന്തമാക്കി, തന്റെ കരുണയാൽ എന്നെ വശീകരിച്ചു. അപ്പോൾ എന്നെ യേശു സ്നേഹിച്ച് എന്നെ തന്റെ സ്വന്തമാക്കി. ഇത്രയും വർഷങ്ങളോളം, 52 വർഷങ്ങൾക്കുമുപരിയായ ഈ കാലങ്ങളിൽ എത്രയോ കുറ്റങ്ങളും കുറവുകളും ബലഹീനതകളും യേശുവിനെ ദുഃഖിപ്പിക്കുന്ന തെറ്റുകളും ഞാൻ ചെയ്തിരിക്കുന്നു. പ്രാർത്ഥിക്കാതെ ഇരുന്നിട്ടുണ്ട്, ബൈബിൾ വായിക്കാതെ ഇരുന്നിട്ടുണ്ട്, തളർന്നു പോയിട്ടുണ്ട്. അപ്പോൾ യേശുവിന്റെ സ്നേഹം കുറഞ്ഞു പോയോ എന്ന് ചോദിച്ചാൽ മാറിയിട്ടില്ല. അതാണ് നിത്യസ്നേഹം. എന്റെ കുറവുകളെ നോക്കി മാറ്റി നിർത്താത്ത വിധം അത് ശരിയാക്കി സംസാരിച്ച് അതിൽ നിന്നും പുറത്തു കൊണ്ടുവന്നു വിശദീകരിച്ചു. ആ സ്നേഹം മാറാത്തയൊരു സ്നേഹമാണ്. ഇതൊരു മനുഷ്യനും ഉണ്ടാവാത്ത ഒന്നാണ്. യേശുവിന് മാത്രമേ അതുണ്ടാകൂ. യേശുവിൽ മാത്രമേ അത് കാണാനാകൂ. അതുകൊണ്ടാണ് യേശു പറയുന്നത്, എന്റെ മകനെ, മകളെ, എനിക്ക് നിന്നോടുള്ള സ്നേഹം അത് അനാദിയാകുന്നു, അത് മാറില്ല, അത് ശാശ്വതമായിട്ടുണ്ടാകും. അതിനാണ് നിനക്ക് വേണ്ടി കുരിശിൽ മരിച്ച് രക്തം ചിന്തി നിന്നെ വീണ്ടെടുത്തത്. നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോയി ചേർക്കുന്നതുവരെ ആ കൃപ നിന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുമെന്ന് പറയുന്നു. എത്ര അത്ഭുതകരമായ സ്നേഹമാണല്ലേ! ഇങ്ങനെ നമ്മെ സ്നേഹിച്ച്, നമ്മെ ശരിയാക്കി, വിശുദ്ധീകരിച്ച്, നമ്മെ താങ്ങി, മാറാത്ത സ്നേഹത്താൽ നടത്തുന്ന ഒരു ദൈവമുള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് തളരുന്നത്? എന്താണ് എന്നെ ഇവർ സ്നേഹിക്കാത്തത്, അവർ സ്നേഹിക്കാത്തത് എന്ന് പറയുന്നത്? നിങ്ങളെ മനസ്സിലാക്കാനും നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങൾക്ക് വേണ്ടി മരിച്ച് തന്റെ ജീവൻ നൽകി ഉയർത്തെഴുന്നേറ്റ ഒരു യേശു ഉണ്ടല്ലോ. ആ യേശു പറയുന്നു, ഞാൻ നിന്നെ എങ്ങനെ മറക്കും? ഞാൻ നിന്നെ എങ്ങനെ കൈവെടിയും? നീ എന്നെ മറന്നാലും എനിക്ക് നിന്നെ മറക്കാനാവില്ല. ഒരുപക്ഷെ നീ ദേഷ്യപ്പെട്ട് പ്രാർത്ഥിക്കാതെയിരുന്നാലും എനിക്ക് നിന്നെ വിട്ടു പോകാനാവില്ല. യേശു വീണ്ടും വീണ്ടും നമ്മെ തിരഞ്ഞു വന്ന്, നമ്മെ ശരിയാക്കി ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് നമ്മെ സന്തോഷിപ്പിക്കുന്ന ഒരു നല്ല പിതാവിന്റെ സ്നേഹം, ഒരു നല്ല മാതാവിന്റെ സ്നേഹം. ആ സ്നേഹവാനായ യേശു നിങ്ങളെ നോക്കി പറയുന്നു, എന്റെ മകനെ, എന്റെ മകളെ, എനിക്ക് നിന്റെ മേലുള്ള സ്നേഹം അത് ശാശ്വത കാലത്തോളം നിന്നെ പിന്തുടരും. അനാദി സ്നേഹത്താൽ നിങ്ങൾ തളർന്നിരിക്കുകയാണോ? യേശു മറന്നുപോയി, കൈവിട്ട് കളഞ്ഞു എന്ന് വിചാരിക്കുകയാണോ? യേശു എങ്ങനെ മറക്കും, എങ്ങനെ കൈവെടിയും? ആ സ്നേഹം മാറില്ല. ആ സ്നേഹത്തിലേക്ക് വീണ്ടും വരുമോ? ആ കൈക്കുള്ളിൽ നിങ്ങളെ ഏൽപ്പിക്കുമോ? അനാദി സ്നേഹത്താൽ എന്നെ ഏൽപ്പിക്കും എന്ന് പറയുമോ? വീണ്ടും ആ സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ വരും. എല്ലാ നിരാശയും ഇല്ലാതാകും. വീണ്ടും ഒരു സന്തോഷമുണ്ടാകും. യേശുവിനെ നോക്കി കണ്ണുകളടച്ചു പറയൂ, യേശുവേ, അനാദി സ്നേഹത്താൽ എന്നെ സ്നേഹിക്കുന്നുവല്ലോ. ആ സ്നേഹത്തിനു വേണ്ടി ഞാൻ എന്തു ചെയ്യും? എന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്ന അങ്ങയുടെ സ്നേഹത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആ സ്നേഹത്തെ വിട്ട് ഞാൻ എങ്ങോട്ട് പോകും, എങ്ങോട്ടോടും? ഇതാ അങ്ങയുടെ കരങ്ങളിലേക്ക് വരുന്നു, അങ്ങയുടെ മാറിൽ ഞാൻ ചായുന്നു. ആ അനാദി സ്നേഹത്തിന് സ്തോത്രം, സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.
ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ